കാവ്യ മാധവനും റിമി ടോമിയും സ്ഥിരമായി തന്റെ മുറിയിലെത്തുകയും താനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്ത രണ്ടുപേരാണ്. അവർ സ്ഥിരമായി തന്റെ മുറിയിലെത്തുമായിരുന്നു. ഒരു ദിവസം ഈ രണ്ടുപേരും കൂടി, അതായത് ദിലീപും കാവ്യ മാധവനും കൂടി മുറിയിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം കണ്ട കാഴ്ച, ബാത്റൂമിൽ കയറി രണ്ടുപേരും, ഈ മുറിയുടെ ബാത്റൂമിൽ കയറി രണ്ടുപേരും വാതിലടയ്ക്കുന്ന കാഴ്ചയും കണ്ടു എന്നും ഈ നടി മൊഴിയായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിന്നീട് ഒരു അവസരത്തിൽ അവരുടേതായ ചില പെരുമാറ്റങ്ങളും മറ്റുള്ള ചില കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഞാനിങ്ങോട്ട് മാറി. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ആണ് പെട്ടെന്ന് ഈ പീഡന പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഷോക്കായിപ്പോയി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല ആംഗിളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ നടിയുടെ കോടതിയിൽ പറഞ്ഞേക്കുന്ന ഒരു മൊഴികളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു മൊഴികളിലെ ആസ്പദമായിക്കൊണ്ട് ഇതിൽ ഒരു ആംഗിൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുകയാണ്. ആൻഡ് ഈ ഒരു കേസിൽ ദിലീപിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇത്തരത്തിൽ ഈ ബാലചന്ദ്രകുമാർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പൾസസുനിയായിട്ട് കണക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, ഈ കത്ത്, ഇതൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ. ആൻഡ് ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ബാലചന്ദ്രകുമാർ പോലും പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദിലീപ് ഈ ഒരു കാര്യം ചെയ്തു എന്നല്ല പറഞ്ഞേക്കുന്നത്. ദിലീപിന് ഈ ചെയ്ത വ്യക്തികളുമായിട്ടുള്ള പരിചയമുണ്ട്, അറിയാം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. മറ്റൊരു ലേഡിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ ദിലീപിന്റെ തലയിൽ കിടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് ഇതിനകത്ത് ഈ ഒരു ലേഡി എന്നൊക്കെ പറയുമ്പോൾ പൾസസുനി മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാവ്യ മാധവനാണ് തന്റെ മാഡം എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറഞ്ഞെങ്കിൽ കൂടി നമുക്ക് പൾസസുനി പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇതിനൊന്നും വിശ്വസിക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ സംഭവം നടക്കുന്നതിന് മുന്നേയൊക്കെ ദിലീപിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇവിടെ ബിനാമി പേരിൽ മറ്റൊരു നടിയുടെ അക്കൗണ്ടിലോട്ട് ഇത്തരത്തിൽ വലിയൊരു തുക കൈമാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു നടി ആരാണ്, അതിനെപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഈ ഒരു കേസിൽ നമ്മൾ മുമ്പ് പറഞ്ഞൊരു ആംഗിൾ ഉണ്ട്, എവിടെയെങ്കിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടും ചർച്ച ചെയ്യപ്പെടാതെയും പോയിരിക്കുന്ന ചില പേരുകളൊക്കെ ഉണ്ട്. ആ പേരുകളിലോട്ടൊക്കെ ഉള്ള ഒരു കൂടുതൽ സംശയങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമുക്ക് തോന്നിയേക്കാം. ഇനി ഒരു വിഷയത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ദിലീപിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മനോരമ ഓൺലൈനിൽ കൊടുത്തേക്കുന്നത്. അപ്പം ആ ഇന്റർവ്യൂവിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഭയങ്കര റിലവൻ്റ് ആയിട്ട് വരികയാണ് ഈ നടിയുടെ മൊഴി പുറത്ത് വന്നതിന് ശേഷം. ആദ്യം തന്നെ മറ്റൊരു കാര്യം ഞാനിവിടെ പറയാം. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസ് എടുക്കുമെന്ന് മീഡിയ സെന്റർ കൊടുത്തേക്കുന്ന ഒരു വാർത്തയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ആദ്യം കേസ് എടുക്കേണ്ടത് റിപ്പോർട്ടർ ചാനലിനെതിരെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെയോ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോഴാണെന്ന് തോന്നുന്നു, ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ റിപ്പോർട്ടർ ചാനൽ ലൈവിനകത്ത്, ടി വിയിൽ നമ്മൾ കാണുമല്ലോ, ടി വിയിൽ ലൈവിനകത്ത് ഇത്തരത്തിൽ നടിയുടെ പേര് ആവർത്തിച്ചുകൊണ്ട് അരുൺകുമാറൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെയെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് അവർക്കെതിരെയല്ലേ. പക്ഷേ യൂട്യൂബിൽ നോക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ. എന്നാണെങ്കിൽ ഈ നടിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. തനിക്ക് ആകെയുള്ള ഒരു ശത്രു നടൻ ദിലീപാണ്, തന്നെ ശത്രുവായി കാണുന്ന ആളും നടൻ ദിലീപാണ് എന്നുള്ളതാണ്. കാരണം സിനിമാ ഇൻഡസ്ട്രിയിലോ മറ്റ് വ്യക്തിപരമായോ മറ്റേതെങ്കിലും സ്ഥലത്തോ തനിക്ക് ശത്രുക്കൾ ഇല്ലാത്ത ഒരാളാണ്. ഏക ശത്രു ദിലീപാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംഭവം നടന്നപ്പോൾ, തന്നെ ആക്രമിച്ച ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഇതിന് പിന്നിൽ ദിലീപായിരുന്നു എന്നതിന് വ്യക്തമായ അറിവ് തനിക്കുണ്ടായിരുന്നു. അത്തരം ചില പരാമർശങ്ങൾ ഈ ആക്രമിച്ചവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു എന്ന് അതിജീവിത പറയുന്നുണ്ട്. ഇക്കാര്യം പിന്നീട് സഹോദരനോട് പങ്കുവെക്കുകയും മറ്റും ചെയ്തു. അതായത് ഇതിന്റെ പ്രധാന കാരണമായി തനിക്ക് മനസ്സിലായത് അന്ന് തന്നെ മഞ്ജു വാര്യരും ദിലീപുമായുള്ള വിവാഹബന്ധം തകർന്നതിന് പിന്നിൽ താനാണ് എന്നുള്ള ദിലീപിന്റെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസമാണ് എന്ന കാര്യത്തിലും തനിക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് കോടതിയിൽ നടി മൊഴിയായി പറഞ്ഞു. പക്ഷേ ഈ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധം അറിയാം. ഇത് സിനിമാ രംഗത്ത് പാട്ടാണ് ഈ ബന്ധം. സിനിമയിൽ ഈ ബന്ധം അറിയാത്തവരായി ആരുമില്ല എന്നും അതിജീവിത വളരെ കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഈ 2011-10 അമേരിക്കൻ സ്റ്റേജ് ഷോ ആണ് ഇതിൽ ഏറ്റവും ട്വിസ്റ്റായി വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ നടി കോടതിയെ അറിയിച്ചു. അവിടെ നാദിർഷ, ദിലീപ്, കാവ്യ, ഭാമ, ഒപ്പം കാവ്യയുടെ അമ്മ എന്നിവർ ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായി 30 ദിവസത്തോളം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഒപ്പം റിമി ടോമിയും ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായിരുന്നു. കാവ്യ മാധവനും റിമി ടോമിയും സ്ഥിരമായി തന്റെ മുറിയിലെത്തുകയും താനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്ത രണ്ടുപേരാണ്. അവർ സ്ഥിരമായി തന്റെ മുറിയിലെത്തുമായിരുന്നു. ഒരു ദിവസം ഈ രണ്ടുപേരും കൂടി, അതായത് ദിലീപും കാവ്യ മാധവനും കൂടി മുറിയിലേക്ക് വന്നപ്പോൾ തങ്ങൾ രണ്ടുപേരും ഈ മുറി വിട്ടുപോയി. സാധാരണ അങ്ങനെ ഒരു പതിവുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ അടുപ്പം അറിയാവുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും മുറിയിലേക്ക് വന്നാൽ തങ്ങൾ മുറി വിട്ടുപോയി എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. ഒരു ദിവസം കണ്ട കാഴ്ച, ബാത്റൂമിൽ കയറി രണ്ടുപേരും, ഈ മുറിയുടെ ബാത്റൂമിൽ കയറി രണ്ടുപേരും വാതിലടയ്ക്കുന്ന കാഴ്ചയും കണ്ടു എന്നും ഈ നടി മൊഴിയായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിന്നീട് നടി ഇവിടെ ഈ പറയുന്ന ഈ ഒരു കാര്യത്തിൽ നടിക്കാണ് ഇത്തരത്തിൽ മറ്റ് ശത്രുക്കളൊന്നും ഇല്ലാത്തത്. പ്രത്യക്ഷത്തിൽ ദിലീപ് മാത്രമാണ് ശത്രു ഉള്ളത്. എന്നാൽ ഈ ദിലീപിന് ഒരുപാട് ശത്രുക്കൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. ഓക്കെ. ദിലീപിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ശത്രുക്കൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. ആൻഡ് ഈ ഒരു കേസിന്റെ കോർ എലമെന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഈ ഒരു ബന്ധം ഇത്തരത്തിൽ കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം അറിഞ്ഞ് പിന്നീട് തകരാൻ കാരണമാകുന്നു. അത് ഈ പോയി പറഞ്ഞു കൊടുത്തേക്കുന്ന ആരാണ്, ഈ നടിയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ആ ഒരു നടിയുടെ അടുത്ത് ഇങ്ങനെ ശത്രുത തോന്നുന്ന കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുമെങ്കിൽ കൂടി പിന്നീട് കാവ്യമാധവനുമായിട്ട് ദിലീപ് കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ശത്രുത മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി
ഇത്തരത്തിൽ ഇവരുടെ ബന്ധം തകർത്തൊരു വ്യക്തി എന്ന നിലയിൽ തോന്നുന്നൊരു ശത്രുതയാണ്, ഇത്രയും ഗാഢമായിട്ടുള്ളൊരു ശത്രുതയാണെന്നുണ്ടെങ്കിൽ ഈ ശത്രുത ഇവരുടെ ബന്ധം അറിയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഏതൊരാളുടെ അടുത്ത് വേണമെങ്കിൽ തോന്നാലോ. പല ആളുകൾക്കും ഇവരുടെ ബന്ധം അറിയാം എന്നുള്ളത് പറയുന്നുണ്ട്. ഈവൻ അന്നേ ദിവസം ആ ഒരു റൂമിൽ ഇവർ ബാത്റൂമിൽ കയറി കതവടയ്ക്കുന്ന ആ ഒരു ടൈമിൽ കൂടി അവിടെ ഈ നടി മാത്രമല്ല ഉള്ളത്, റിമി ടോമിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു ശത്രുത അല്ലെങ്കിൽ ഈ ഒരു ദേഷ്യം റിമി ടോമിയുടെ അടുത്തും തോന്നാമല്ലോ അല്ലേ. ഇപ്പം ഈ ഒരു നടിക്ക് സംഭവിച്ച കാര്യം ഇതേ ആംഗിൾ വെച്ചുകൊണ്ട് തന്നെ റിമി ടോമിയുടെ അടുത്ത് ചെയ്യാമല്ലോ. ഇനി മറ്റൊരു ആംഗിൾ ചിന്തിക്കുമ്പോഴത്തേക്കിന് മീഡിയസിലൂടെ തന്നെ നമ്മളോട്ട് എത്തിയിട്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തേക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇതിന്റെ മറ്റൊരു ആംഗിൾ നോക്കുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ഒരു റിയൽ എസ്റ്റേറ്റ്, ഫിനാൻഷ്യൽ, ഈ ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യുക, അങ്ങനെ ഒരു സീന് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിനെക്കുറിച്ചിട്ട് മുമ്പ് ഓൾറെഡി ദിലീപ് പറഞ്ഞൊരു ഒരു കാര്യം ഉണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂവിൽ. നമുക്കിനി അതൊന്ന് കേൾക്കാം. ഇതിനോടനുബന്ധിച്ച് പല വാർത്തകൾ മഞ്ഞപ്പത്രങ്ങളിലൂടെ വന്നു. മഞ്ഞപ്പത്രങ്ങളിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒന്നാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഞാനും അവരുമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു എന്നും അത് പിന്നീട് ഇപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു കോടിക്കണക്കിൻ്റെ രൂപയുടെ സ്വത്ത്. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ മുൻ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ നടന്നൊരു ഗൂഢാലോചനയാണ്, കൊട്ടേഷനാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഇവിടെ ഇരുന്ന് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു പറ്റിയ പത്രക്കാർക്ക് വേണമെങ്കിൽ കോടിക്കണക്കിൻ്റെ രൂപയുടെ സ്വത്തല്ലേ, അങ്ങനെ ഒന്നുണ്ടെന്ന് തെളിയിച്ചാൽ ഞാനതങ്ങോട്ട് കൊടുത്തേക്കാം. ഇനി അതല്ലെങ്കിൽ ഇത്രയും വാർത്തകൾ, കാരണം ഫേസ്ബുക്കിലൊക്കെ ആൾ ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇത്രയും ഒരു വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ആദ്യമായിട്ട് അവരെ ഹീറോയിനാക്കിയത്. ഇത്രയും സിനിമകൾ വരെ കൊടുത്ത ആൾ. ഞാനല്ലാണ്ട് ഒരു ദ്രോഹം ചെയ്യാൻ പോയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവത്തിൽ അദ്ദേഹമായിട്ട് എനിക്ക് ഒരു ഇടപാടും ഇല്ല എന്നൊരു പോസ്റ്റ് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഈ മൗനം എടുക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വിഷമം. അതായത് ഇവർക്കിടയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ അവിടെ നടി മൗനം പാലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് അങ്ങനെ മൗനം പാലിച്ചതിൻ്റെ കാരണം എന്താണ്, ഈ ഒരു ആളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ ഒരു ദേഷ്യം ഒക്കെ തോന്നി നിൽക്കുന്ന ആ ഒരു ടൈമാണല്ലേ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടിയുടെ അടുത്ത് ശത്രുത ആർക്കും ഉണ്ടാവണം എന്നുള്ളതില്ല. പക്ഷേ ഈ നടൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾക്ക് ശത്രുതയുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം കുറച്ചധികം ആളുകൾ നല്ല രീതിയിൽ ദിലീപാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ദിലീപിൻ്റെ അടുത്ത് ശത്രുത തോന്നുന്ന രീതിയിൽ, ദിലീപിലോട്ട് ദേഷ്യം തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും പല രീതിയിൽ പല ആളുകളും ഫീഡ് ചെയ്ത് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അത്തരത്തിൽ അന്ന് മൗനം പാലിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ഇനി ബാക്കി ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കാവ്യയുടെ അമ്മയോടും മഞ്ജു സംസാരിച്ചിരുന്നല്ലോ, നമ്മൾ ഇന്നലെ കൃത്യമായി പറഞ്ഞതാണ്. കാവ്യയുടെ അമ്മയും പറഞ്ഞു തനിക്കും ഇത് പറയേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ ദിലീപ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. അതിനുശേഷം പറഞ്ഞത് മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മാറ്റി പറയണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്യാം. സിനിമകൾ ചെയ്താൽ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്നും നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നും മഞ്ജുവിന് ബോധ്യപ്പെടും. അതുകൊണ്ട് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ നിനക്ക് അവസരം തരാം, അതുകൊണ്ട് മഞ്ജുവിനോട് ഇത്തരം കാര്യങ്ങൾ മാറ്റി പറയണം എന്നും ദിലീപ് പറഞ്ഞു എന്ന് ഈ മൊഴിയുടെ ഭാഗമായി ഉണ്ട്. എന്നിട്ട് മറ്റൊരു കാര്യം പറഞ്ഞത്, അങ്ങനെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ, എനിക്കൊപ്പം നിന്നില്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കും, കാരണം എനിക്കെതിരെ നിൽക്കുന്ന ആരും സിനിമാ രംഗത്ത് വാഴില്ല എന്നുള്ള ഭീഷണി സ്വരത്തിലുള്ള ദിലീപിന്റെ ഒരു സംസാരവും ഈ ഘട്ടത്തിൽ ഉണ്ടായി. അതായത് യൂറോപ്യൻ ട്രിപ്പിന്റെ ഭാഗമായാണ് ഉണ്ടായി എന്ന് ദിലീപ് മൊഴിയായി പറയുന്ന ഒരു സാഹചര്യം കൂടി. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു ആനപ്പകലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ തന്നെ മുമ്പ് പല ആളുകളും വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ. പക്ഷെ ഇവിടെ മറ്റൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഈ നടി ഇത്തരത്തിൽ വന്ന് പറഞ്ഞു എന്നുള്ളതല്ല പ്രധാനമായിട്ടൊരു പ്രശ്നമായിട്ട് വരുന്നത്. കാര്യം മഞ്ജു വാര്യർ ഇവരുടെ ഈ ഒരു ഡിവോഴ്സിന്റെ കാരണമായിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു. ഡിവോഴ്സിന്റെ കാരണമായിട്ട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്, ഇത്തരത്തിൽ ഈ ദിലീപ് പുള്ളിയുടെ ആണെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ കാവ്യ മാധവനുമായിട്ടുള്ള ഒരു ചാറ്റ് കണ്ടിരുന്നു. അതിൻ്റെ ഇവരുടെ ബന്ധത്തിനുള്ള ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷമാണ് സംയുക്ത വർമ്മ ഇവരെല്ലാവരുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു നടിയുടെ അടുത്ത് എത്തുകയും ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ആയിട്ട് ഈ ഒരു കാര്യം മഞ്ജു വാര്യരിലോട്ട് അല്ലെങ്കിൽ ഇവർ പിരിയാനുള്ള കാരണമായിട്ട് എത്തിയേക്കുന്ന കാര്യം എന്തായിരുന്നു, ഇത്തരത്തിൽ ഈ ഒരു ഫോണിനകത്തൊന്നും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ, ആൻഡ് ഈ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോടതിയിലാണ് പോയി ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ ഈ ഒരു കാര്യം വിലക്കെടുക്കാണ്ടിരുന്നതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. പറഞ്ഞ കാര്യത്തിലുണ്ടായിരുന്ന വൈരുദ്ധ്യങ്ങൾ. എന്ത്, പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കോടതിയിൽ വന്ന് പറഞ്ഞു. ഇനി അവർ ശരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, പിന്നീട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറ്റി കാണിച്ചതാണോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. അത് നമുക്ക് ഇവിടെ സംസാരിക്കാം. 2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ് അത് അബാദ് പ്ലാസയിൽ, കൊച്ചിയിൽ അബാദ് പ്ലാസയിൽ വെച്ച് നടക്കുകയാണ്. അവിടെ പല നടന്മാർ, സിദ്ദിഖ് അടക്കമുള്ള നടന്മാർ, ഭാമ എന്ന നടി, സിദ്ദിഖ് അടക്കമുള്ള നടന്മാർ വന്നിട്ട് തന്നോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു. ദിലീപും എന്റെ വിഷയത്തിൽ ഇടപെട്ടല്ലോ, അത് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്, ദിലീപ് വലിയ അസംതൃപ്തനാണ്, ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് സിദ്ദിഖ് തന്നോട് പറഞ്ഞു എന്ന് നടി പറയുന്നുണ്ട്. ഭാമയും പിന്നീട് ഇക്കാര്യം ചോദിക്കുകയും ആ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയും മറ്റും ചെയ്തു.
ദിലീപിനെ ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്ന് തനിക്ക് ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി ഇത്തരം ചോദ്യങ്ങൾ വന്നപ്പോൾ തനിക്ക് മനസ്സിലായി എന്നാണ് നടി മൊഴിയായി നൽകിയത്. തുടർന്ന് ഒരു പ്രശ്നമുണ്ടായത് ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ അതിനുശേഷം പല സിനിമകളിലും തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നടി മൊഴി പറയുന്നുണ്ട്. അതായത് ഈ സംഭവത്തിൽ താൻ ഉറച്ചു നിൽക്കുകയും മഞ്ജുവിനോട് മറ്റൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുകയും മഞ്ജുവിനോട് ഈ കാര്യങ്ങൾ തിരുത്തി പറയാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തനിക്ക് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ശ്യാമപ്രസാദിന്റെ ഒരു സിനിമ അതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ടിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ വിളിച്ച് പറയുകയാണ് തനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് ഈ സിനിമയുമായി മുന്നോട്ട് പോകുന്ന കാര്യം പ്രയാസമാണ്. ഈ ശത്രുതയൊക്കെ ഒന്ന് പരിഹരിച്ച് പോയാൽ ഒരുപക്ഷേ ദിലീപുമായുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്താൽ തന്റെ കരിയറിന് അത് ഗുണം ചെയ്യും എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അതിനുശേഷമാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഇടവേള ബാബുവിനെ ബന്ധപ്പെടുകയും തനിക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നും തന്റെ സിനിമയിലെ ഭാവി വല്ലാത്ത രീതിയിൽ അപകടത്തിലാണ് എന്നും തന്നെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആ വിഷയത്തിൽ ഇടപെടാം എന്ന് ഇടവേള ബാബു പറയുകയും ചെയ്തു. ഒപ്പം ആ 2014-15 ഡക്കാൻ ക്രോണിക്കിൾ പത്രത്തിൽ നൽകിയ ഒരു അഭിമുഖവും ഈ പറഞ്ഞ നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് ഇൻഡസ്ട്രിയിൽ അവസരം നഷ്ടപ്പെടുന്നതിന് പിന്നിൽ ഒരു സൂപ്പർ താരമാണ് മലയാളത്തിലെ. ആ സൂപ്പർ താരത്തിന്റെ പേര് അത് ദിലീപാണ് എന്ന് ഈ മൊഴിയുടെ ഭാഗമായി നടി കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു മൊഴിയുടെ ഒരു ക്രോണോളജി. അഭിലാഷ്, ഇത്തരത്തിൽ വളരെ വ്യക്തമായി ദിലീപ് തന്നോടുള്ള ശത്രുത അത് തെളിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല സംഭവങ്ങളും ഡേറ്റ് ഇട്ട് വളരെ കൃത്യമായി തന്നെ ഈ പര്യടനങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് നടി കോടതിയിൽ ഇത് മൊഴിയായി നൽകിയത്. അത് കോടതി പിന്നീട് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് ഈ വിധിന്യായം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ സിദ്ദിഖാണെങ്കിലും ഭാമയാണെങ്കിലും മൊഴി മാറ്റി പറഞ്ഞതിന്റെ കൂട്ടത്തിലുള്ള രണ്ടാൾക്കാരാണ്. ഓക്കെ, ആൻഡ് ഈ ഭാഗ്യലക്ഷ്മി ഈ അടുത്ത് മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഭാമയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഭാമ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു വ്യക്തി തന്നെയാണ് ചെയ്തത് എന്നറിയാം. പിന്നീട് മൊഴി മാറ്റി പറഞ്ഞാണ്, പേര് ദിലീപിന്റെ പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മിക്ക്. ഓക്കെ, ആൻഡ് ഈ ഒരു കേസിൽ എനിക്ക് തോന്നുന്ന മറ്റൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിന്റെ പേര് ഈ ഒരു കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം ഇതിന്റെ ഇടയ്ക്ക് കയറി കളിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നമ്മൾ ഈ ചർച്ചകളിൽ ഒക്കെ നമ്മൾ കേട്ട പേരുകളിലൊക്കെ വന്നതും വരാത്തതുമായിട്ടുള്ള പല ആൾക്കാർ ഇതിന്റെ ഇടയിൽ കയറി കളിച്ചിട്ടുണ്ട്. ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടും എന്നാൽ ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും രണ്ട് രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ദിലീപിനെ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഇത് ഈ ഒരു പേര് വന്നതിന് ശേഷം തുടങ്ങിയ ഒരു കളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ദിലീപിന്റെ അടുത്ത് ശത്രുത ഇന്നും ഇന്നലെ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം പൊട്ടി മുളച്ചേക്കുന്ന ഒരു സാധനമല്ല. ഇവിടെ ഗോപാലകൃഷ്ണൻ എന്ന ഒരു മിമിക്രിക്കാരൻ പിന്നീട് ദിലീപ് എന്ന ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറി വരുന്നു. പിന്നെ ഇവിടെ ഏതൊരാളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന കല്യാണം കഴിക്കണമെന്ന് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന മഞ്ജു വാര്യറിനെ പോലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ കല്യാണം കഴിക്കുന്നു. അപ്പം ശത്രുത തോന്നാനും മാത്രം കാര്യങ്ങളൊക്കെ എന്തായാലും അതിനകത്തുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ദേഷ്യം തോന്നാനും മാത്രമല്ല, സിനിമയല്ലേ, ഈഗോ അല്ലേ, ആ ഒരു ഫീൽഡല്ലേ. അപ്പം അങ്ങനെ തോന്നിയിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പണ്ടേ ദിലീപിനിട്ട് അടിക്കാനെ കൊണ്ട് വടി ഇങ്ങനെ ഓങ്ങി വെച്ചിരിക്കുന്ന പല ആൾക്കാർ ദിലീപുമായിട്ട് സ്വരചേർച്ചയുള്ള ഓരോ ആൾക്കാരുടെ അടുത്തും പോയി നിന്നിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ എന്താ പറയുക പിരികേറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ദിലീപിനെ എവിടെയെങ്കിലും പെടുത്താൻ വേണ്ടിയിട്ട് വലിച്ച് താഴെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ചരട് എവിടെയെങ്കിലും വലിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഈ നടി പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യമില്ല, ഇത്തരത്തിൽ സിനിമകൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ച ഈ ഒരു കാര്യം ഒരു പക്ഷേ ഇത്തരത്തിൽ നടിയുടെ അടുത്ത് ബാക്കി പല ആളുകളും ഫീഡ് ചെയ്ത് കൊടുത്തൊരു സാധനമായിരിക്കാം. ഇങ്ങനെ നിനക്ക് സിനിമകൾ കിട്ടാത്തതിൻ്റെ കാരണം ഇന്നൊരാളാണ്. ഒരു പക്ഷേ ആ ഒരു നടിക്ക് നേരിട്ട് അറിയണമെന്നോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഹിയർ സെയിൽ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞുള്ള കേട്ടുകേഴ്വി മാത്രമായിരിക്കും ഒരു നടിക്ക് ഒരു പക്ഷേ ഉണ്ടാവുക. ഓക്കെ, കാര്യം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ കോടതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വില പോകാണ്ട് പോയിരുന്നതിൻ്റെ കാര്യങ്ങൾ. അത് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം. ആദ്യം തന്നെ വർഷങ്ങൾക്ക് മുന്നേ ദിലീപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഈ ഒരു സാധനം പറയുന്നല്ലോ, അതിനെ പറ്റിയിട്ട് പറയാൻ നമുക്ക് നോക്കാം. ഈ പ്രമുഖ നടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യമേ തുടങ്ങി പറഞ്ഞു തുടങ്ങണമല്ലോ. തിളക്കം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു വേഷം ചെയ്യണമെന്നായിരുന്നു. ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. പല ആളുകളെ നോക്കി വന്നില്ല. ഈ പ്രമുഖ നടിയായിൽ അന്ന് ഒരു സിനിമ ചെയ്തിരിക്കുന്ന സമയം ഹീറോയിനൊന്നുമല്ല. നമ്മുടെ സിനിമയിലൊരു ഗസ്റ്റ് അപ്പിയറൻസിന് ഞാൻ പറഞ്ഞു ഗസ്റ്റ് അപ്പിയറൻസിനാണ് ഒന്ന് വിളിച്ചു, ഞാനിതിന് പകരം എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുന്നതാണ്. അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ച് പോയ നെക്സ്റ്റ് ഞാൻ ചെയ്ത പടത്തിൽ ഹീറോയിനാക്കുകയാണ് ചെയ്തത്. അന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇവരെ ഹീറോയിൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും കുഴപ്പമില്ല, അവർ ഭാവിയിലൊരു ഹീറോയിനാണ്, നമ്മൾ തുടങ്ങുന്നത് അതിൻ്റെ ഒരു നന്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ചു. അതിനുശേഷം 6-7 സിനിമകളിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഈ 6-7 സിനിമ ചെയ്ത സമയത്തും ശരിക്കും പറഞ്ഞാൽ ഒരു നിർമ്മാതാവോ ഒരു സംവിധായകനോ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്ന ആരും ഇവരെ ഹീറോയിനാക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനാണ് പറഞ്ഞത് അവരെ ഹീറോയിനാക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടാണ്. കാരണം ആ സിനിമകൾ കണ്ടാൽ അറിയാം, ആ വേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാണ്ട് അഭിനയിക്കുന്ന നല്ലൊരു ഹീറോയിൻ ചെയ്യാവുന്ന വേഷങ്ങൾ തന്നെയാണ്. കാരണം അവരുടെ ഫാദറായിട്ട് എനിക്ക് നല്ല അടുപ്പം. ഞാൻ ആ മനുഷ്യനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. പാവ ആളാണ്. അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഒരു അവസരത്തിൽ അവരുടേതായ ചില പെരുമാറ്റങ്ങളും മറ്റുള്ള ചില കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഞാനിങ്ങോട്ട് മാറി. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് കാലം മുമ്പ് ഒരു മാഗസിനിൽ വന്നു, ഇവിടുത്തെ ഒരു സൂപ്പർ താരം അവരുടെ ചിത്രങ്ങളെല്ലാം വിലക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പേരൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ പോയിരുന്നില്ല. പലരും അടുത്ത് തോന്നി നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറയാത്തടത്തോളം കാലം ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത്. പിന്നെ അതിനുശേഷം ആണ് പെട്ടെന്ന് ഈ
പീഡന പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഷോക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാനന്ന് രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് 13-ാം തീയതിയായിട്ടാണ് എനിക്ക് വൈറൽ ഫീവർ വന്നിട്ട് തളർന്നതായിട്ടാണ് ഷൂട്ടിംഗ് നിർത്തി വെച്ച് ഞാൻ വന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് രാവിലെ അറിയണത് ഇങ്ങനെ വിഷയം. ഞാനപ്പം തന്നെ ചാടി എഴുന്നേറ്റിട്ട് രമ്യനെ വിളിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു രമ്യയുടെ വീട്ടിലാന്ന് പറഞ്ഞു. ഞാൻ രമ്യനെ വിളിച്ചു, പുള്ളിക്കാരത്തിയുടെ അമ്മയൊക്കെ കൊടുത്തു. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. വിഷമിക്ക് നമ്മൾ ഭയങ്കര ഷോക്കായി പോയി. അപ്പം പറഞ്ഞു ദിലീപ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു ദൈവമേ എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഉണ്ട്, ധൈര്യം കൊടുക്കണം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം നമ്മുടെ നേർക്ക് തിരിഞ്ഞു വരുന്നത്. പിന്നെ വരുന്നത് ഇതാണ്, ഈ നടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, സിനിമകൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും ഈ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആണ് എനിക്ക് ഭയങ്കര ഒരു സത്യം, നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാകെ 2-3 സിനിമ ഒരു വർഷത്തിൽ ചെയ്യുന്നുള്ളൂ. ഏകദേശം 140, 160 എത്രയോ സിനിമകൾ ഒരു വർഷം ഇവിടെ നടക്കുന്നുണ്ട്. എത്ര ഹീറോസ് മലയാളത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പരസ്യമായിട്ട് അന്വേഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഹീറോയിനെ വിളിച്ചിട്ട് ഈ പ്രമുഖ നടിയെ അഭിനയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം. എനിക്ക് അവരായിട്ട് സിങ്കില്ല എന്നുള്ളതുകൊണ്ട് എൻ്റെ സിനിമയിൽ അഭിനയിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് സിങ്കായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ നടക്കുന്നു. സംവിധായകരാവാം, നിർമ്മാതാക്കളാവാം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആവാം. അത് ഞാൻ മാത്രമല്ല, ഈ ലോകത്തെ ഏത് സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ എന്നാലും ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുള്ളൂ. പിന്നെ അതുപോലെ തമിഴിൽ എനിക്കൊരു ഗോൾഡില്ല, തെലുങ്കിൽ, കന്നഡയിൽ ഇവിടെ ഒന്നും എനിക്ക് വലിയ പിടിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ കാര്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അവനവന് അവസരങ്ങൾ കുറയുക. ഈ അവസരം എന്നൊക്കെ പറയുന്നത് ടാലൻറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ സൗന്ദര്യമുണ്ട് എന്നുള്ളതിൻ്റെ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. ഇതിനൊരു ഭാഗ്യം, ദൈവാധീനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ. നമുക്ക് എൻ്റെ അവസരത്തെക്കുറിച്ചോ മറ്റുള്ള കാര്യത്തെക്കുറിച്ചോ എനിക്കറിയില്ല, അടുത്ത ദിവസങ്ങളെക്കുറിച്ച്. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എനിക്ക് ഒരു കാര്യം, ഇവിടെ മറ്റാരെങ്കിലും ഞാൻ ഇത്തരത്തിൽ വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം ദിലീപിൻ്റെ അടുത്ത് എനിക്കുള്ള പ്രത്യക്ഷത്തിലുള്ള ഒരു ശത്രു ദിലീപാണ് എന്ന് അങ്ങനെ ഒരു നടിക്ക് തോന്നാനൊക്കെ ഒരു കാരണം എന്താണ്, ഇത്തരത്തിൽ ഈ ഒരു കാര്യം വരുന്നു, പിന്നീട് സിനിമകൾ ബ്ലോക്ക് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയാണെന്നുള്ളൊരു ഇൻഫർമേഷൻ എവിടുന്നോ പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഫീഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞ ഇതിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള കളി കളിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മറ്റൊരു സൈഡ് കൂടെ ഉണ്ട്, മറ്റൊരു ആംഗിളും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദിലീപ് ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസോടുകൂടി പറയുകയാണ്, ഞാൻ ഇത്തരത്തിൽ വിളിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ദിലീപിനെ പേടിച്ചിട്ടല്ലേ ഇവരാരും വന്ന് പറയാത്തത് എന്നും വേണമെങ്കിൽ പറയാം. കാര്യം ഈ ആളുകളൊക്കെ ഇതിനകത്തുനിന്ന് മൊഴി കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആൻഡ് ഇതിനകത്ത് ഏറ്റവും വൈറ്റലായിട്ടൊരു സാധനം ബാലചന്ദ്രകുമാർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അതിനകത്തിലെ കാര്യങ്ങൾ കോടതിയിൽ അതുപോലും നിലനിന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൂടെ നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണെങ്കിലും ഇനി ഈ നടിയുടെ മൊഴി എന്തുകൊണ്ട് അവിടെ ബാക്കി കാര്യങ്ങൾ നിലനിന്നില്ല, എങ്ങനെയാണ് ഇത് ക്രോസ് വിസ്താരത്തിൽ ഇതെല്ലാം ഇല്ലാണ്ടായി പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അതുകൂടെ ഒന്ന് പരിശോധിക്കാം. ഈ നേരിട്ട് ഈ പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം അറിയാമായിരുന്നോ, അതായത് ഈ സംഭവ വികാസങ്ങളൊക്കെ നേരിട്ട് അറിയാമായിരുന്നു എന്ന ചോദ്യത്തിന് ഈ പെൺകുട്ടി അതിജീവിത മൊഴിയായി മറുപടി നൽകിയത് മനോരമ ഓൺലൈനിന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ്. പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച കത്തുമായി ബന്ധപ്പെട്ട വിവരം തനിക്ക് ലഭ്യമായത് എന്നാണ് പറഞ്ഞത്. അതായത് കാരണം തനിക്ക് നേരിട്ടുള്ള അറിവല്ല, അതൊരു ഓൺലൈനിന് നൽകിയ അഭിമുഖം കേട്ടപ്പോൾ താൻ മനസ്സിലായതാണ്. പക്ഷെ നമുക്കറിയാം ആ കത്തിന്റെയൊക്കെ സാങ്കത്യം പിന്നീട് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഈ കത്തെഴുതി എന്ന് പറയുന്ന ബിബിൻ, ജയിലിലെ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ബിബിന് ഇത് താൻ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ അനുസരിച്ചാണ് ഈ കത്ത് എഴുതിയത് എന്നൊക്കെ പറയുകയും ആ വാദം പൊളിയുകയും ഒക്കെ ചെയ്ത് പിന്നീട് കേസിന്റെ ഭാഗമായി മാറിയതാണ്. അവിടെയാണ് താൻ നേരിട്ടല്ല ഇത് അറിഞ്ഞത്, തനിക്ക് പൾസർ സുനിയുമായുള്ള ബന്ധം അറിയാവുന്നത് ഒരു ഓൺലൈൻ അഭിമുഖത്തിലൂടെയാണ്. മറ്റൊരു പ്രധാന വിഷയമായി ക്രോസിൽ പറഞ്ഞത്, ഈ പൾസർ സുനി സ്ഥിരമായി ദിലീപിനൊപ്പം ലൊക്കേഷനിൽ വരാറുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് ചോദിച്ചപ്പോൾ മറുപടിയായി ഈ നടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നടി മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ, അതായത് സെറ്റുകളിലൊക്കെ ഒരുപാട് സെക്യൂരിറ്റി ജീവനക്കാരും മറ്റും നടിമാരുടെയും നടന്മാരുടെയും സെറ്റിന്റെ സംരക്ഷണത്തിനായി ഉണ്ടാവും. മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നോടും അമ്മയോടും പറഞ്ഞിരുന്നു പലപ്പോഴും ദിലീപിനൊപ്പം പൾസർ സുനിയും സെറ്റിൽ വരാറുണ്ട് എന്ന്. അതും ഒരു ഹിയർസേ ആണ്, നമ്മൾ മനസ്സിലാക്കണം. നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ കാര്യമല്ല, ഒരു കേട്ടുകേൾവിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കേട്ടുകേൾവി കൊണ്ട് ഈ വിഷയം കോടതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിടത്താണ് നടിക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് പരാജയമുണ്ടായത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതനുസരിച്ചാണ് തനിക്ക് മനസ്സിലായത്, തന്നോടും അമ്മയോടും പറഞ്ഞിരുന്നു പലപ്പോഴും ഇങ്ങനെ പൾസർ സുനി ദിലീപിനൊപ്പം പൾസർ സുനി വരാറുണ്ട് എന്ന കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടി മൊഴിയായി കോടതിയിൽ നൽകിയ കാര്യങ്ങൾ, അതായത് ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും തനിക്ക് സിനിമയിൽ നിന്ന് ഔട്ടാക്കാൻ ദിലീപ് പറഞ്ഞുവെന്നും ഒപ്പം അമ്മയുമായി അതായത് ദിലീപും കാവ്യ മാധവനുമായുള്ള ബന്ധം തനിക്ക് നേരിട്ട് അറിയാമായിരുന്നുവെന്നും അവിടെ മുറിയിൽ അവർ ഒരുമിച്ച് താമസിക്കുമായിരുന്നു എന്ന മൊഴിയായി പറഞ്ഞ കാര്യം, ഒപ്പം സിനിമാ രംഗത്തെ എല്ലാവർക്കും ദിലീപും കാവ്യയുമായുള്ള ബന്ധം അറിയാം എന്ന കാര്യങ്ങളൊക്കെ ഈ മൊഴിയായി പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അതൊന്നും എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയില്ല? നേരത്തെ നമുക്കറിയാം മഞ്ജു വാര്യരുടെ കേസിലും ആ മൊഴിയിലും കോടതി ചോദിച്ച അല്ലെങ്കിൽ കോടതി ആ മൊഴി അവിശ്വസിക്കാൻ പ്രധാനമായ കാരണമായത് അന്വേഷണ വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഇക്കാര്യം പറയാതിരിക്കുകയും പിന്നീട് കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കോടതിയെ അവിശ്വസിക്കേണ്ടി വന്നു, കോടതി മുഖവിലേക്ക് എടുക്കാതെ ആയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഇടയിൽ ഒരു ഡബിൾ ഗെയിം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം
ഇവിടെ രണ്ട് രീതിയിൽ ഇത്തരത്തിൽ ചേരി തിരിഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക ദിലീപ് തന്നെ ആവണം കുറ്റക്കാരൻ എന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നിരിക്കുന്ന ഒരു കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ദിലീപിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരിക്കുന്ന ഒരു കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥർ. അങ്ങനെ ഈ രണ്ട് ടീമായിട്ട് രണ്ട് രീതിയിൽ തിരിഞ്ഞ പോലെ എനിക്ക് ഇവിടെ പേഴ്സണലി ഫീൽ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈവൻ മഞ്ജു വാര്യരുടെ ആണെങ്കിൽ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ വിലക്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിയതിൻ്റെ കാരണം എന്താണ്, പറയുന്ന കാര്യങ്ങളുടെ വൈരുദ്ധ്യമായിട്ട് പറഞ്ഞ എന്താണ്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറയാത്ത കാര്യമാണ് കോടതിയിൽ വന്ന് പറഞ്ഞത് അല്ലേ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോടതിയിൽ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വന്നിടത്താണ് അവിടെ സംഭവം പാളിപ്പോയത്. ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ഇവിടെ ഇനി ഒരു അതിജീവിതയുടെ കേസ് പറയുമ്പോൾ അന്നേ ദിവസം രാത്രിയിൽ ഇത്തരത്തിൽ ഈ ഒരു ഒപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൊഴി പറഞ്ഞു കൊടുത്തിട്ട് ഒപ്പിടിപ്പിക്കുമല്ലോ, ആ ഒരു ഒപ്പിടിപ്പിച്ചത് നിർബന്ധിച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒപ്പിടിപ്പിച്ചത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചു. അങ്ങനെയുള്ളപ്പോൾ നടി പറഞ്ഞു കൊടുത്തേക്കുന്ന മൊഴി ഒന്ന്, അവരെഴുതിയേക്കുന്നത് മറ്റൊന്ന്, വീണ്ടും വായിച്ച് കേൾപ്പിച്ചത് ഈ നടി പറഞ്ഞത് പ്രകാരമുള്ളൊരു മൊഴി വായിച്ച് കേൾപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ആയിരിക്കാം അവരെഴുതി ചേർത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് എന്നാണ് അതിലൊരു കാര്യം. ഓക്കെ, അപ്പോൾ അവർ ഒരു സൈഡിൽ നിന്ന് ദിലീപിനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേ ദിവസം തന്നെ പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി തൊട്ടടുത്തൊരു സൈഡിൽ നിന്ന് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒരു കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് കൂട്ടരും ഇങ്ങനെ ചേരി തിരിഞ്ഞ് മാറി ഇങ്ങനെ ഒരു കാര്യം പോയപ്പോഴാണ് ഇത് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത കേൾക്കാം. ഈ സംഭവത്തിന് ശേഷമാണ് ഹണീബി എന്ന സിനിമ, ഒപ്പം ആദം എന്ന ഫിലിം. ആദം എന്നത് പൃഥ്വിരാജിന്റെ സിനിമയാണ്. ഹണീബി നമുക്കറിയാം ജീൻ പോൾ ലാൽ, സംവിധായകൻ ലാലിന്റെ മകൻ. ലാലാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഈ രണ്ട് സിനിമകളുടെയും പ്രൊഡ്യൂസർമാർ ദിലീപുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പ്രതിഭാഗം അഭിഭാഷകന് കോടതിയിൽ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ ഈ രണ്ട് സിനിമകളിൽ നിങ്ങൾ അഭിനയിച്ചല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ദിലീപ് തന്റെ അടുപ്പക്കാരെ വിളിച്ചിട്ട് നിങ്ങളെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം ഉന്നയിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ നടി പറഞ്ഞ വാദങ്ങളും പൊളിയുകയാണ്. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി ക്രോസുകൾ ഉണ്ടാവുകയും ഈ ക്രോസിൽ വളരെ കൃത്യമായി മറുപടി പറയാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. ഒപ്പം പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന ചില മറുപടികൾ നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കണം. അങ്ങനെ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ ക്രോസ് എക്സാമിനേഷനിൽ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിക്കാൻ, ഈ മൊഴിയൊക്കെ പൊളിക്കാൻ പ്രതിഭാഗ അഭിഭാഷകന് സാധിക്കുകയും അത് വളരെ കൃത്യമായി ഈ വിധിന്യായത്തിൽ കോടതി രേഖപ്പെടുത്തുകയും ചെയ്യും. സോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ദിലീപ് അന്ന് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിലവൻ്റ് ആവുന്നു എന്നുള്ള രീതിയിൽ. കാരണം ഇവിടെ നടീൻ്റെ അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കാനെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദിലീപിന് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അത്ര അടുപ്പമുണ്ടായിരുന്ന ആളുകളുടെ സിനിമകളിലൊന്നും ഈ ഒരു നടി അഭിനയിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ചോദിച്ചിരുന്ന കൃത്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പാളിപ്പോവുകയാണ്. അപ്പം കൃത്യമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെയോ നിന്ന് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഓക്കെ, ദിലീപിൻ്റെ നടിയുടെ ഇടയ്ക്ക് നിന്ന് നല്ല രീതിയിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ദിലീപ് പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ നമുക്ക് കേൾക്കാം. പത്രം ഞാൻ റമഡയിൽ രാമലീല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കൊണ്ടുവന്നിട്ട് കാണിച്ചു ഒരു മഞ്ഞപ്പത്രം. അതിനകത്ത് എഴുതി വന്നിരിക്കുകയാണ് ദിലീപിനെ മഫ്റ്റിയിലെത്തി പോലീസ് ചോദ്യം ചെയ്യുന്നു. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഞാൻ പറയും ഇവർക്കൊക്കെ വേറെ പണിയില്ലെന്ന് വെച്ചു. അത് കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനത്തില് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ ആ മഞ്ഞപ്പത്രത്തിൽ വന്ന വാർത്ത അങ്ങനെ തന്നെ അടിച്ചു വന്നിരിക്കുന്നു. അവിടെയാണ് ഞാൻ ഷോക്കായത്. അവിടെയാണ് ഞാൻ ഉച്ചയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, അത് ഞാനല്ല, ആ നടൻ ഞാനല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രമുഖ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വരണമെങ്കിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പ്രമുഖ കോടികൾ കൊടുക്കുന്ന ഒരു പ്രമുഖ പരസ്യ കമ്പനിക്കോ ഒരു പ്രസ്ഥാനത്തിനോ മാത്രമേ ആ ഫ്രണ്ട് പേജിൽ വരാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഒരു വലിയ പരസ്യ കമ്പനി എന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാക്കും, അതിൻ്റെ ഉടമസ്ഥൻ തള്ളുന്നുണ്ട്. എന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാക്കും അത്രേ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ ആരെ ഔട്ടാക്കാൻ നോക്കണം, നമ്മൾ സ്വയം ഔട്ടാവുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ബോംബെയിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് പത്രത്തിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ബോംബെയിലുള്ള അധോലോകത്തിനോ ഞാൻ വലിയ വിഷയം എനിക്ക് മനസ്സിലാവണില്ല. ബോംബെയിൽ നിന്ന് ഈ വാർത്ത ഇവിടെ കേരളത്തിലുള്ള ഒരു വാർത്താമാധ്യമങ്ങളല്ല, ബോംബെയിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കാണോ ഞാൻ പ്രശ്നം ഇത് എന്നിലേക്ക് തന്നെ ആക്കി വെക്കണം എന്നുള്ളത്? അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ? കേട്ടല്ലോ, നല്ല രീതിയിലുള്ള കളികൾ ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അവൾക്കൊപ്പം തന്നെയാണ്. ഈ അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും ഞാൻ ഒരിക്കലും ഇത്തരത്തിൽ ഈ ദിലീപിനെതിരെ എന്നുള്ളതല്ല നമ്മുടേത്. കുറ്റവാളി ആരോ അയാൾക്കെതിരെയാണ് നമ്മൾ, അവൾക്കൊപ്പം കുറ്റവാളിക്കെതിരെ, അതാണ് നമ്മുടെ ഒരു ലൈന്. അപ്പം ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട്, അതായത് ഈ രണ്ട് കൂട്ടരെ അല്ലെങ്കിൽ ദിലീപിനെയും ഇത്തരത്തിൽ ഈ ഒരു നടീനെ രണ്ട് കൂട്ടരെ ഇത്തരത്തിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് പ്ലേ ചെയ്യുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ ആരാണ്? ഒരു പക്ഷേ ദിലീപിന് ഇത്തരത്തിൽ ഈ ചെയ്ത ആളുകളുമായിട്ട് ഈ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ ബാലചന്ദ്രകുമാർ പറയെങ്കിൽ കൂടി ദിലീപിന് പോലും അറിയാത്തൊരു മറ്റൊരു ഗെയിം ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ? ഓക്കെ, ആൻഡ് ഈ പറയുന്ന ദിലീപിൻ്റെ അടുത്ത് ഈ ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് ശത്രു തോന്നാനുള്ള ഒരു കാരണമുണ്ട്, അതുകൂടെ കേൾക്കാം. ഞാൻ ഈ ചോദ്യം അടുത്താൽ സത്യം നിർത്തി വെച്ചു. സത്യേട്ടാ, എന്നോട് എന്തിനാണ് ശത്രുത? ഞാൻ ആരെ ദ്രോഹിച്ചിട്ടാണ്?
എന്താണ്, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ ചെയ്യുന്നതിലോ എന്തെങ്കിലും കാര്യത്തിൽ കുഴപ്പമുണ്ടോ? ഭയങ്കര കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ടോ? ഭയങ്കര കുഴപ്പമുണ്ട്. നീ ഒരു കാര്യം ചിന്തിക്കണം. ദിലീപ് ഒരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ദിലീപ് മലയാള സിനിമയിൽ സംവിധാന സഹായി വന്നതിന് ശേഷം ക്യാമറയുടെ മുമ്പിൽ വന്ന് കൊച്ചു വേഷങ്ങൾ ചെയ്ത് തുമ്മിയ തെറിച്ചു പോകുന്ന വേഷങ്ങളാണ്. അത് കഴിഞ്ഞ് കൊച്ചു കഥാപാത്രങ്ങളായി വന്ന് ചെറിയ വേഷങ്ങൾ ചെയ്ത് ഹീറോ ആയി. അത് കഴിഞ്ഞ് കുറേ സിനിമകളിലൂടെ വാല്യൂ ഉള്ളൊരു ഹീറോയായി മാറി. അതിനുശേഷം നിങ്ങൾ ചെയ്ത സിനിമകളിലൂടെ നിങ്ങൾ ജനപ്രിയനായി മാറി. നിങ്ങൾ സിനിമ നിർമ്മിച്ചു, വിതരണം ചെയ്തു, തിയേറ്റർ ഉടമയായി. ഇതിനിടയിൽ നിങ്ങൾ മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു നായികയെ കല്യാണം കഴിച്ചു. അതിനുശേഷം വീണ്ടും ഒരു കല്യാണം കഴിച്ചു, മറ്റൊരു നായികയെ. പലരും മോഹിക്കുകയും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നായികമാരെ കല്യാണം കഴിച്ച് തന്നെ 10 അടിക്കേണ്ടത്, അത് വേറെ. അതിനുശേഷം താൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് വന്നു. മലയാള സിനിമയിലെ മുഴുവൻ താരങ്ങളെ വെച്ചിട്ട് താൻ സിനിമ നിർമ്മിച്ചു. ഇങ്ങനെയുള്ള താൻ 10, 21 വർഷം 25 വർഷത്തിനിടയിൽ താൻ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വിടുമ്പോൾ താൻ എന്തൊക്കെ ചെയ്യുന്നുള്ള ആ ഒരു കുഴപ്പമുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ ശത്രുത തന്നോടുള്ളത്. അത് താൻ ആദ്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു, സത്യേട്ടാ അത് തന്നെയാണല്ലേ? പറഞ്ഞു, അത് തന്നെയാണ്. മതിയല്ലോ, ശത്രുത ഇത്രത്തോളം തോന്നാനും മാത്രമുള്ള കാര്യങ്ങൾ ഇതിനകത്തൊക്കെ തന്നെ ഉണ്ടല്ലോ. കാര്യം ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ള ഒരു ഫീൽഡ് അല്ലേ ഈ ഒരു ഫിലിം ഫീൽഡ്. അവിടെ തകർത്തിടാനെ കൊണ്ട് പല ആളുകളും നല്ല രീതിയിൽ ശ്രമിക്കുമല്ലോ. ഇനി ഇതിനകത്ത് നമുക്ക് തോന്നുന്നൊരു കാര്യം പറയാം, ഇത് ശരിയാണോ ഒന്നുമല്ല പറഞ്ഞേക്കുന്നത്. കാര്യം നമ്മൾ പല ആംഗിളിൽ ഇവിടെ സംസാരിച്ചിരുന്നു. ഇവിടെ 2 രീതിയിൽ ചേരി തിരിഞ്ഞ് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒന്ന് ദിലീപിനെ കുറ്റവാളിയാക്കാനും ഒന്ന് ആ കുറ്റവാളി അല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ നടന്നിട്ടുണ്ടായത്. ഇതിൻ്റെ ഒരു ബാലൻസിങ്ങിൻ്റെ ഇടയിലാണ് ഇത് മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ദിലീപിന് ഈ ഒരു കാര്യത്തിനകത്ത് പങ്കുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഗൂഢാലോചന എന്താണെങ്കിലും ദിലീപിനകത്ത് ഇതിനകത്ത് പങ്കില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് തെളിവുകളുടെ അഭാവത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദിലീപ് അല്ല. അപ്പം ഈ നടിയുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് ദിലീപിന്റെ പേര് വരുന്നതിന് മുന്നേക്ക് തന്നെ ദിലീപുമായിട്ട് ഒരു സ്വരചേർച്ച ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പല ആളുകളും ഇത്തരത്തിൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദിലീപാണ് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. സോ ഈ പ്ലാനിങ് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ദിലീപാണ് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് അവസരം കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ ദിലീപാണ് എന്നൊരു സാധനം ഓൾറെഡി ഇങ്ങനെ ഫീഡ് ചെയ്ത് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ ദിലീപ് പറയുന്നത് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധിപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ക്രോസ് വിസ്താരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ദിലീപ് അത്തരത്തിൽ സിനിമകൾ മുടക്കി എന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെടൂലേ. കാര്യം ഇങ്ങനത്തെ പിന്നീടുള്ള സിനിമകൾ അഭിനയിക്കാനും പറ്റില്ലല്ലോ. സോ ആ ഒരു എനിക്കുള്ള ഒരേ ഒരു ശത്രു എന്ന് പറയുന്നത് ദിലീപാണെന്ന് പറയുമ്പോൾ ആ ശത്രുത തെളിയിക്കാനും പറ്റുന്ന രീതിയിലുള്ള അത്രയും ഗ്രാവിറ്റിയുള്ള എവിഡൻസ് ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഇത്തരത്തിൽ നേരത്തെ കുറേ ആൾക്കാർ ഫീഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ആയിരിക്കാം. അങ്ങനെ ഇരിക്കും ഇതിനകത്ത് ദിലീപിലോട്ട് ഈ കണക്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ വന്നല്ലോ. അങ്ങനെ ദിലീപിനെ ഇതിനകത്തോട്ട് കുറച്ച് ആളുകൾ കൂടി ചേർന്ന് ഫ്രെയിം ചെയ്ത് വെക്കുന്നു. അതിനകത്ത് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നു. ആൻഡ് ഇതിനകത്ത് ഈ മെമ്മറി കാർഡ് അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയേക്കുന്ന ആ ഒരു സീനില്ലേ, അപ്പം ഈ ഒരു കേസിനകത്ത് ഇത്തരത്തിൽ പെട്ടുപോയേക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല പഴുതുകളും നോക്കുമല്ലോ. അതിൽ ഈ കോടതിനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ഈ മെമ്മറി കാർഡ് ഒരു വിവോ ഫോണിലിട്ട് കുറച്ച് അധിക സമയം മാറി നിന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ചിലപ്പോൾ ഈ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്താണ് എന്നുള്ള സംഭവങ്ങൾ അറിഞ്ഞാൽ മാത്രമല്ലേ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വാദിക്കാൻ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ടുമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ ഇതിലെനിക്ക് തോന്നുന്ന ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 മുട്ടനാടുകളെയും തമ്മിലടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു ചെന്നായി ഇതിൻ്റെ ഇടയിലുണ്ട്. ആ ചെന്നായ ഇത്തരത്തിൽ പൾസ് സുനി പറഞ്ഞ ആ ഒരു മാഡം ഒരു പക്ഷേ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. എന്താണെങ്കിലും ഒരു കൂട്ടം ചെന്നായ്ക്കളുണ്ട്. അവർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് ദിലീപിനിട്ട് പണിയാനെ കൊണ്ട് നല്ലതിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു മാസ്റ്റർ ബ്രെയിനായിട്ട് നിന്നേക്കുന്ന ആ ഒരു ഗൂഢാലോചന നടത്തിയേക്കുന്ന ഏതോ ഒരാളുണ്ട്. അപ്പോൾ അത് ആരാണെങ്കിലും അയാളുടെ ബുദ്ധി ഭയങ്കരം തന്നെയാണ്. കാര്യം അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു കോലിളക്കം തന്നെ ഇവിടെ കേരളത്തിൽ സൃഷ്ടിച്ചേക്കുന്ന രീതിയിൽ ഈ ഒരു കേസ് ഇപ്പം മാറിയിട്ടുള്ളത്. ഇത്രയൊക്കെ കേട്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.